ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഗെയിമിംഗ് വിത്ത് സാഗ്. അപ്പോൾ ഗെയിമിംഗ് വിത്ത് സാഗിൽ ഏറ്റവും പുതിയ വീഡിയോ മൈൻക്രാഫ്റ്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ നാളായി വീഡിയോസൊക്കെ സത്യം പറഞ്ഞാൽ ചെയ്തിട്ട്, അല്ലെങ്കിൽ മൈൻക്രാഫ്റ്റിലൊക്കെ കയറിയിട്ട് ഒരുപാട് നാളായി. അപ്പം ആ ഒരു ഇതെനിക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ കാണുമ്പോൾ അങ്ങനെ ഫീൽ ആവില്ല, കാരണം ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ്. അപ്പോൾ ഗൈസ്, എല്ലാ വീഡിയോയിലും പറയാൻ മറന്നു പോകുന്നത്, നിങ്ങൾക്ക് നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൻ്റെ ഒഫീഷ്യൽ ഡിസ്കോഡ് പേജിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി പേജാണ്. അപ്പോൾ എല്ലാവരെയും നല്ലൊരു ഗ്രൂപ്പായിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഡിസ്കോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കും നമ്മൾ ഡിസ്കോഡ് ലിങ്ക്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഡിസ്കോഡ് എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എനിക്ക് പറയാനുള്ളത്, കുറേ നാളായി മൈൻക്രാഫ്റ്റിലൊക്കെ കയറിയിട്ട്, അപ്പോൾ ഒരു ടച്ചൊക്കെ വിട്ടു പോയി. അപ്പോൾ എന്താണെന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ബാക്ക് ടു ട്രാക്കായിട്ട് വരണം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെവിടെ നിൽക്കണമെന്നൊക്കെ, ഏത് സെർവറിലാണെന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. എല്ലാം കൃത്യമായിട്ട് പറഞ്ഞുതരാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട അതേ സെർവറിൽ തന്നെയാണ്. വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ കുറേ വ്യത്യാസമുണ്ട്. ഞാൻ ആ വീടിനെ കുറച്ച് എക്സ്പാൻഷൻ ചെയ്തു. ഇനി ഓൾ ഇത് ചെയ്യണം, റൂഫ് ചെയ്യണം, അങ്ങനത്തെ 2-3 പരിപാടികളിലെ പെൻഡിങ് ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ചെയ്തു. റൂം ഞാൻ ബേസിക്കായിട്ട് വേണ്ട കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് റൂഫ് ചെയ്യണമെന്നുണ്ട്. എനിക്ക് റൂഫ് ഞാൻ ഇന്ന് ചെയ്യും. അപ്പോഴേക്കും വേറെ കുറച്ച് പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട് കഴിച്ചു. അപ്പോൾ എല്ലാം നമുക്ക് ചില്ലാവണം, റെഡി ആവണം. അപ്പം കാരണം കുറേ നാളെ മൈൻക്രാഫ്റ്റൊക്കെ കയറിയിട്ട് ഇപ്പോൾ ഞാൻ മറന്നേ പോയി എന്തൊരു വീട് തന്നെ. കയറിയപ്പോഴാണ് ഇൻട്രോ എടുക്കണമല്ലോ, ഇൻട്രോ എടുത്തപ്പോഴാണ് സത്യം പറയല്ലോ. കാരണം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കുറേ ദിവസങ്ങളായി. ദാറ്റ് ഈസ് ദി റിയാലിറ്റി. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് ഫീഡ്ബാക്ക് ഉണ്ട്. കാരണം ടച്ച് വിട്ടുപോയ പോലെ. കാരണം കുറച്ച് പനിയും കാര്യങ്ങൾ. അപ്പോൾ റെക്കോർഡിങ്സ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഒരു 7 ദിവസമായി ഞാൻ മൈൻക്രാഫ്റ്റിന് തൊട്ട്. ഈ 2 ദിവസം കൂടുമ്പോൾ ഞാൻ കയറി റെക്കോർഡിങ്സ് എങ്കിലും ചെയ്ത് വെക്കാറുണ്ട്. അതുകൊണ്ട് കുറച്ച് ടച്ച് നിങ്ങൾ കുറച്ച് ദിവസം, ഇപ്പോൾ ഇത്ര ദിവസം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ബാക്കപ്പ് വെച്ചിരുന്ന വീഡിയോസാണ്. ഏത് പട്ടി ഇതിൻ്റെ പട്ടി ഞാൻ പട്ടിയൊക്കെ ടൈം ചെയ്തു. അതൊക്കെ നിങ്ങൾ അറിഞ്ഞ് കാണൂല. കാരണം ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല എന്നുള്ളതെന്ന് പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് കയറി വീടൊക്കെ ബിൽഡ് ചെയ്തിട്ട് പോയാണ്. അതിനുശേഷം വീഡിയോ നോക്കാം. പട്ടിക്ക് ഫുഡ് കൊടുക്കണം. എനിക്ക് ഫുഡില്ല, പക്ഷെ പട്ടിക്ക് ഫുഡ് കൊടുക്കണം. പട്ടിക്ക് ഫുഡ് കൊടുത്തു. അവനിടയ്ക്ക് ഫുഡ് കൊടുക്കുന്നത് ഭയങ്കര കുറവാണ്. എനിക്ക് കഴിക്കാൻ ഫുഡില്ല വീട്ടിൽ. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അങ്ങനത്തെ കുറേ പരിപാടികൾ എൻ്റെ പെൻഡിങ് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ തീർക്കണം. ഇന്ന് എല്ലാത്തിനുമുള്ളൊരു ദിവസമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ കരുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് എന്ന് തന്നെ വീണ്ടും എനിക്ക് പറയേണ്ട ആവശ്യം വരുന്നു. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ അച്ചീവ്മെൻറ്റ്സും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏത് ലെവലിലെത്തുന്നു, ഏത് ലെവലിലെത്തിയില്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഏത് ലെവലിൽ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അല്ലാതെ നിങ്ങൾക്കും പറയാൻ പറ്റില്ല, എനിക്കും പറയാൻ പറ്റില്ല. പറ്റുമോ? അത് രാവിലെ എടുത്ത് പോയിട്ട് ഞാൻ സ്റ്റാക്ക് ആവശ്യമില്ല. ഫുഡില്ലെങ്കിൽ പരിപാടി നടക്കില്ല. അപ്പോൾ ഞാൻ ഇത് ഞാൻ വെച്ചല്ല സ്റ്റാപ്പ് ഉണ്ടായിരുന്നേ. കാരണം കുറച്ച് പരിപാടികൾ ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ അവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ കുറച്ച് ഗ്ലാസും കാര്യങ്ങളൊക്കെ വയ്ക്കണം. ഇവിടെ ഭയങ്കര ഒരു ഇരുണ്ടിയ ഫീലാണ് ഇരിക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് ആവശ്യങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നും ചെയ്യാനും
ഒരു ഫുഡെന്ന് പറഞ്ഞു ഞാൻ നട്ടുകൊടുത്തിട്ട് പോവാറാണ് പതിവ്. ഇവിടെ ഒരു വീറ്റ് ഫാർമിങ് ഇവിടെ നമ്മളല്ല ഇവിടെ പുള്ളി തുടങ്ങിയിട്ടുണ്ട്. അറിയാവുന്നൊന്നുമില്ല, പുള്ളിയുടെ ഒരു അനുഗ്രഹം പോലെ ഇങ്ങനെ പറഞ്ഞ് പോകുന്നു. പക്ഷെ ആയില്ല കേസ്, എനിക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കും. ആൻഡ് ലെറ്റ്സ് ഗോ. അതേപോലെ ആ വീട്ടാവുന്നില്ല, ഇവരെടുത്തോണ്ട് പോയാണെന്ന് തോന്നുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് ഫുഡിനുള്ള മാർഗ്ഗങ്ങൾ സത്യം പറഞ്ഞാൽ ഇന്ന് ചെയ്യണമെന്നുണ്ട് കേസ്. ഞാനിപ്പോൾ ലീഡ് എന്തോ അപ്പം ഞാൻ എന്തോ ഉണ്ടാക്കി ചേച്ചി ഓർമ്മയിട്ടല്ലോ. അപ്പം അതേപോലെ ഇന്ന് എനിക്ക് എന്തെങ്കിലും പരിപാടി ചെയ്യാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യും കേസ്. ഇവിടെ ഇനി ഫുഡൊന്നും കിട്ടൂല. മോൺസ്റ്റോസ് കൊണ്ട് കേട്ടോ, മിക്കവാറും ഇവിടെ ചത്ത് വീഴേണ്ടി വരും. പക്ഷേ എൻ്റെ ഫുഡിൻ്റെ ഒരു കാര്യം സെറ്റ് ചെയ്യാതെ ഇവിടെ എനിക്ക് വന്നിട്ടൊരു കാര്യമില്ല. ഇതാണ് എൻ്റെ മൈനിങ് ബേസ് കേട്ടോ. ഞാൻ അത് ഒഫീഷ്യലി പറയാൻ ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പം എനിക്ക് പേടിയൊന്നും. നേരത്തെ എനിക്ക് പേടി സോംബി കൊല്ലോ അങ്ങനെ. ഇപ്പം എനിക്ക് പേടിയോ ടെൻഷനോ ഒന്നുമില്ല. പക്ഷേ സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡില്ലാതെ വന്നാൽ 100% ചാവൂലേ. അതന്നെയാ സംഭവം. അയ്യോ, ഞാൻ ഇവിടെ ഒന്ന് കയറിക്കോട്ടെ. ഇവിടെ ഇങ്ങനത്തെ ഒരു വഴിയും കാര്യമൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറിക്കാൻ എൻ്റെ മൈനിങ് ഇവിടെ നല്ലോ എൻ്റെ സ്ഥലമെന്ന് പറഞ്ഞു. ഇവിടെ നല്ല ഇതിൻ്റെ മുകളിൽ കയറണം. ഇവിടെ തന്നെ ഇത്രയും മുകളിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നിൽക്കുന്നത് കേസ്. കാരണം ഞാൻ പറഞ്ഞില്ലേ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ ഫുഡിൻ്റെ ഒരു കാര്യങ്ങളൊന്നും നോക്കിയിട്ട് വരാം കേസ്, അല്ലെങ്കിൽ നല്ല ലാഗായി പോകും എനിക്ക് തോന്നുന്നു. ഇനി ഫുഡില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഹാർട്ടും ഇല്ല, ഒന്നുമില്ല, എല്ലാം പോയി. അപ്പോൾ കേസ് ഞാൻ ഫുഡിൻ്റെ ഒരു സെറ്റപ്പൊക്കെ നോക്കി ഒരു ലെവലിൽ എത്തിയിട്ട് വരാം. അപ്പോൾ ഗായ്സ് നമ്മൾ കുറച്ച് പരിപാടി കഴിഞ്ഞു. പരിപാടി വെച്ചാൽ കുറച്ച് അങ്ങോട്ട് പോയി, ഫുഡിന് വേണ്ടി പോയി. കുറച്ച് ഫുഡൊക്കെ കിട്ടി. പക്ഷെ അത് കഴിച്ചു വീണ്ടും ഹാർട്ട് കയറുമ്പോൾ ഫുഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ കയ്യിൽ ഒരു തുള്ളി ഫുഡില്ല. പക്ഷേ വേറൊരു സാധനം കിട്ടി, അയണ കിട്ടി. ചുമ്മാ പോയാൽ അയണ കിട്ടി. അയണ കിട്ടിയ സന്തോഷം തിരിച്ചു വന്നു. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ റെക്കോർഡൊന്നും ചെയ്തില്ല, പക്ഷെ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ചിക്കൻ കിട്ടി. ചിക്കൻ അതിന് കൊടുക്കണം, പട്ടിക്ക് കൊടുക്കണം. ഞാൻ തന്നില്ലേ പട്ടിക്ക് നിർത്തേ എന്ന് പറഞ്ഞുകൊണ്ട് അയണ് മൊത്തം ഡിഫ്യൂസ് ചെയ്യാൻ വയ്ക്കാം. ഡിഫ്യൂസാ എല്ലാം ഞാൻ ഇത് പറയാനില്ലേ. അയ്യോ ഞാൻ ഒന്ന് ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതൊക്കെ ഇവിടെയൊക്കെ കേട്ടോ. ഇതിനകത്ത് നോക്കട്ടെ എന്താ നമുക്ക് കണ്ടത്. പംകിൻ പൈ അല്ലേ, പംകിൻ പൈ. മുട്ടയാണ് നമുക്ക് വിഷയം. കോഴിയുടെ ഇത് കാണുന്നത്. കോഴി എൻ്റെ ആദ്യത്തെ പരിപാടി ഇനി കോഴി ഫാമിംഗ് എല്ലാം തുടങ്ങാം, എന്നാലേ വല്ല പരിപാടി നടക്കും. ഞങ്ങൾക്ക് ഫുഡില്ല. ഫുഡ് ഫുള്ളാക്കണം. ഓ ഭാഗ്യം കേട്ടോ, ഇന്നെല്ലാം വിത്ത് കഴിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ ഇത് വെച്ച് ബീട്രൂട്ടെങ്കിൽ ബീട്രൂട്ട്,
ഇപ്പോൾ പച്ചക്കറിയാണ് തിന്നത്. നിങ്ങൾക്ക് പച്ചയിറച്ചി പച്ചക്കറിയൊക്കെയാണ് ഞാൻ തിന്നത് ഗൈസ്. അവസ്ഥ പിന്നെ ബാക്കി വരണുണ്ടാവുക ഏതും വെച്ചോട്ടെ ഗൈസ്. നമ്മൾ ആ രീതിയിൽ ഇത് സഹായം കൊടുക്കും. ഫുഡൊന്ന് വയറൊന്നാണ്. ഇത് ഫുൾ നല്ല നിറയില്ല, ഇത്ര നിറയും തീരുകയും ചെയ്തു. അവിടെ നിന്ന് ഫുള്ള് എടുത്തിട്ടും ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇവിടെ എല്ലാം ഒന്ന് സെറ്റായെങ്കിൽ സത്യം പറയാലോ, ഇവിടെ ആയിട്ടില്ല ഗൈസ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ഇവിടെ ആവാൻ കുറേ സമയം എടുക്കുന്നു. എൻ്റെ പേര് ആയി കഴിയുമ്പോൾ യുമാരി ഇത് തിന്നോന്നാണ് എൻ്റെ പേര്. ഞാൻ ഇവിടെ തൽക്കാലത്തിൽ ഇവിടെ ഉറങ്ങാം. യുമാരി ജസ്റ്റിലൊക്കെ ഹിമാല ചെസ്റ്റിലിരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ട കിടിലങ്കിടുള്ള സാധനങ്ങൾ എങ്ങനെ പിടിപ്പിക്കും? ഇത് ഡ്രസ്സിങ് റൂമല്ല, ഇത് വേറെ ഇവിടെ നിൽക്കണ്ടേ? വീട്ടിൽ വരും. ഇവൻ്റെ പറയേണ്ട കേസ്, ഇവൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഏത് വീട്ടിലോട്ട് പോകാം. സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് എന്താ പിള്ളേങ്ങളുടെ സാധനങ്ങൾ കേട്ടി. അയ്യോ, സ്റ്റോളുണ്ട് സാധനങ്ങൾ, മനസ്സിലായ? ഇവൻ്റെ എമറാൾഡിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടടാ. എട്ട് എമറാൾഡും പൊക്കി കഴിച്ചു. ഇവന്മാരെ ചെസ്റ്റിലൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ ഇത് നോക്കാറേ ഇല്ല. ഇവൻ്റെ ട്രേഡ് ചെയ്യാം. 8 എമറാൾഡ്, 12 എമറാൾഡ് കൊടുത്ത ഒരു എൻചാൻറ്റഡ് സോഡ് കിട്ടും. അതൊക്കെ എടുക്കണം, ഡ്രീം. സോ അതൊക്കെ എടുക്കാൻ കഴിയും. അതെ, ആ ഭക്ഷണം കിട്ടും. ബേസിക് ഫുഡ് എന്നുള്ള സാധനം സെറ്റാണ്. ഈ ഫുഡ് പറഞ്ഞ സെറ്റ്. ഈശോ, അത് ഇവ നല്ലൊരു മനുഷ്യനാട്ടോ. ഇവിടത്തുള്ള അവൻ ഫുഡും തരുകയും ചെയ്യും. ഇവനെ വിത്ത് ഇവിടെ വെച്ചത്. മറ്റവന്മാരെനിക്ക് ഇതൊരു ഫുഡ് തന്നിട്ടില്ല, കള്ളം. ആണ് ഞാൻ വീട്ടിൽ പോയിട്ട് നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് ഈ വീട്ടിൽ കയറണമെങ്കിൽ വലിയ പാടൊന്നുമില്ല. ഇതൊരു ഹാക്കാണ്. ഞാനിക്കും പറഞ്ഞു കൊടുക്കാറില്ല. ഇങ്ങനെ കയറാം, പക്ഷെ ഇതായിരിക്കും അറിയില്ല, സീക്രട്ട് ട്രിക്കാണ്. അപ്പം എൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ കുറച്ച് ഇതൊക്കെ റെഡിയാക്കി വെച്ചു. എൻ്റെ അടുത്ത് നേരത്തെ ഒരു മൊത്തം 10 എമറാൾഡ് നമ്മളെ കയ്യിൽ. 10 എമറാൾഡ് 1, 2, 3 10 ഇതുവരെ ഞാൻ ഇവിടെ നിന്ന് ഒന്നും എടുത്തിട്ടൊന്നുമില്ല. ഒരു വില്ലേജ് നമുക്ക് ഇവിടെയൊക്കെ അറിയാം. വേറെ വണ്ടിയാണ് ഇവിടെയും ജസ്റ്റ് കാണുമല്ലോ ഗൈസ്. ബ്രെഡ്, പൊട്ടറ്റോ, ഫുഡ് കിട്ടിയ ഫുഡ്, പൊട്ടറ്റോ ഒക്കെ പൊട്ടറ്റോ. ഇവന്മാർക്ക് എംറ്റി. യു ക്യാൻ ഹോൾഡ് എ മിക്സ്ഡ് ഓഫ് സ്റ്റാക്ക്, എംറ്റി. അതും എടുക്കാം. എല്ലാം ഇത് ബാക്കിയൊന്നും ആവശ്യമില്ല. ആവശ്യമുള്ള എല്ലാം എടുക്കാം. അവൻ കാണണ്ടേ? കാണാട്ടോ, കാണാത്തോലെ ഇരിക്കുക. ഈ പൊട്ടറ്റോ കിട്ടി ഫുഡ് കുറച്ച് ഇതായ നമ്മളെ ഫുഡ്
ഓക്കെ. ഇനി ഒരു ബ്രെഡും കൂടെ കഴിച്ചോണ്ടല്ലോ ഹാർട്ട് സെറ്റ്. ഹാർട്ടിൻ്റെ കാര്യം സെറ്റായി. ഒരുത്ത് നമ്മളെ വീടിൻ്റെ അവിടെ വന്നിരിക്കണത്. എൻ്റെ വീട്, നീ ആരെ വീടെന്ന് പറഞ്ഞ് കയറിയ സാധനങ്ങൾ ഈ ഡോറൊക്കെ അടച്ചാണ് കേട്ടത്. നോക്കണം കേട്ടോ. പിന്നെയാണ് പട്ടിയെ ആക്റ്റീവാക്കുക ഉള്ളത്. കാരണം വല്ലപ്പോഴും ഒന്ന് വല്ല സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി തീരും. ഫുള്ള് നമ്മൾ റെഡിയാക്കി വെച്ചേക്കല്ലേ. ഇതെല്ലാം വന്ന് അയ്യോ പറയണ്ട. അയ്യോ ബാക്കി കിഡിലൊരു മൈനിങ് പ്ലേസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും കാണിച്ചു തരുന്നുണ്ട് ഈ വീഡിയോയിൽ, അല്ലെങ്കിൽ എനിക്ക് മിസ്സായി പോകും. സോ അത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. കോഴിയെ പിന്നെ പിടിക്കാൻ പോലെ എന്തായാലും കോഴിയെ ഫീഡ് ചെയ്യാൻ നമുക്ക് പിന്നെ പോകാം. നമുക്ക് ആ മൈനിങ് സ്ഥലത്തിലോട്ട് വിട്ടാലോ? കിണ്ണം മൈനിങ് പ്ലേസാണ് അത്. കാണാൻ തന്നെ ഭയങ്കര രസമുള്ള പ്ലേസാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാമെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് ടൈം ലാപ്സ് ഒക്കെ കണ്ടിട്ട് ഓക്കെ. ഗൈസ് അവിടെ എത്തണമെങ്കിൽ ഒരു ബോട്ടിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ബോട്ടില്ല. ബോട്ട് ഈ ഫുഡൊക്കെ നമ്മുടെ അടുത്ത് ഇവിടെ സ്റ്റോക്ക് കണക്കിന് ഇരിപ്പുണ്ട് കേട്ടോ. ഫുഡ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് കണക്കിന് ഇരിപ്പുണ്ട്. എങ്ങനെ ഫുഡൊക്കെ ഈ വീട് പൊളിച്ചപ്പോൾ തന്നെ ഒരു സ്റ്റാക്ക് ഓഫ് ഫുഡ് കിട്ടി നമുക്ക് കേട്ടോ. നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ വീട് പൊളിച്ചില്ലേ, എന്നിട്ടല്ലേ ഇപ്പോൾ ഈ രീതിയിലാക്കിയത്, ഫുൾ കോബിൾ സ്റ്റോൺ ആക്കിയത്. അപ്പം എനിക്ക് കുറേ വുഡും കാര്യങ്ങളൊക്കെ കിട്ടിയാണ്. സ്റ്റിക്ക് 2 സ്റ്റിക്ക്, പിന്നെ BOAT ബോട്ട് ഒരു ഇതും കൂടെ വേണം. അപ്പം ഓക്കെ, BOA ബോട്ട്, ഒരു ബോട്ട് റെഡിയാക്കി. മറ്റേ ബോട്ട് എനിക്ക് മിസ്സായിപ്പോയി. ഞാൻ ബോട്ടൊന്നും. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കേവിലെത്തിയിട്ടുണ്ട്. പട്ടിയും കൂടെ കൊണ്ടാണ് വന്നത്. ഈ ക്രീപ്പർ എല്ലാം അവിടെ നിൽപ്പുണ്ട്. ഇനിയാണ് നമ്മുടെ ഏറ്റവും വലിയ റിസ്ക് സ്റ്റാർട്ടാവാൻ പോകുന്നത്. ചെറിയ സോംബി, വലിയ സോംബി എല്ലാം ഉണ്ട്. അടിപൊളി. കുറേ എണ്ണം ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് മിക്കവാറും ഇതിനൊരു തീരുമാനമാകുമല്ലോ. ലൈറ്റ് വരുമ്പോൾ സോംബിയും കൂടും കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റില്ല, ചില്ലായിട്ടിരിക്കാനേ പറ്റുള്ളൂ. ഇത് കൂടുമ്പോൾ നമ്മൾ ചില്ലായിട്ടിരിക്കാനേ പറ്റുള്ളൂ. ലൈറ്റ് കൂടുമ്പം ഇതെല്ലാം നമുക്ക് വരും. അപ്പോൾ നമ്മളതിനെ തരണം ചെയ്യണം. ടോർച്ച് കൊണ്ടുവന്ന് ഫുള്ള് ഇപ്പം ഇന്നെല്ലാം സെറ്റാക്കി. അടുത്ത പ്രാവശ്യം തൊട്ട് ഞാൻ കുറച്ച് ആർമേഴ്സൊക്കെ ഇട്ട് ഫുൾ സെറ്റപ്പായിട്ടായിരിക്കും വരുന്നത്. ഞാൻ ഇന്നെല്ലാം സെറ്റാക്കി. ഓക്കെ, പട്ടി ഞാൻ ബോട്ടൊന്ന് എടുത്ത് സെറ്റാവട്ടെ. പട്ടി വരട്ടെ. പട്ടിയുടെ കാര്യം അതാണ് ഞാൻ പട്ടിയെ ഒരു ഇതിനും കൊണ്ടുവരുന്നത്. ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അത് വീട്ടിലോട്ട് വരുമോ? വെള്ളത്തിൽ മുങ്ങി നിൽക്കുമല്ലോ. അതാണ്
കാരണം ഇത് നമ്മളിങ്ങനെ ബോട്ട് വരുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി അടി കിട്ടിക്കൊണ്ടിരിക്കും. എനിക്കറിയില്ല എന്ത് ചെയ്യണം നോക്കി. ഓക്കെ, അയ്യോ അത് ജസ്റ്റൊക്കെ ഫുള്ളായിട്ടിരിക്കുന്നു കേസ്. ഞാൻ ഒന്ന് ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് സെറ്റായിട്ട് വരാം കേസ്. ഞാനേ ഉണ്ടാക്കണ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് എനിക്കൊന്ന് സെറ്റാവണേ. ഇപ്പോൾ വരാം കേസ്, ഒരു സെക്കൻഡ് കേസ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ഒരു 10-20 9 7 8 ഇതന്നെ ഒരെണ്ണത്തിന് വേണം. അപ്പോൾ ഏതെങ്കിലും ഒന്നേ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി എനിക്ക് താല്പര്യമില്ല. ഒരുമിച്ച് ഉണ്ടാക്കാമെന്നുള്ള പ്ലാനാണ് എനിക്കത്. അതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാതെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഒട്ടും ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് വയ്യാത്തതുകൊണ്ടായിരുന്നു. ഇപ്പം റീഷെഡ്യൂൾ ചെയ്തപ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അതുകൊണ്ടാണ്. ആരും ഒന്നും വിചാരിക്കില്ല. താങ്ക് യു. നിങ്ങളെല്ലാം സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ലെവലിലേക്ക് എത്തുന്നത്. നിങ്ങളെല്ലാം സപ്പോർട്ട് വേണം. അപ്പോൾ ഗൈസ് നേരെ നമുക്ക് ഔട്ട്രോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുക. അതുപോലെ തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയി തോന്നുന്നു. 30 മിനിറ്റിൻ്റെ അടുത്തോളം വീഡിയോ ആയിട്ടുണ്ട്. 25 മിനിറ്റിൻ്റെ മുകളിൽ എന്തായാലും വീഡിയോ ഉണ്ടെന്ന് എനിക്കറിയാം. താങ്ക് യു ഫോർ ഓൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ. അതുകൂടെ തന്നെ നേരെ നമുക്ക് ഔട്ട്രോയിലേക്ക് വിടാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ സ്വന്തം ഡിസ്കോഡ് ചാനലിൽ, അതായത് ഗെയിമിംഗ് ഒഫീഷ്യൽ ഡിസ്കോഡ് ചാനലിൽ കുറേ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നെയിം ചെയ്യണമെങ്കിൽ മറക്കാതെ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. നിങ്ങൾക്ക് ലാഭവും ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങൾ. ലൈവ് നോട്ടിഫിക്കേഷൻ ഓഫ് യൂട്യൂബ് ചാനൽ, ഒരു ഷോർട്സ് ഇട്ടാലും ലൈവ് ഇട്ട് വന്നാലോ വീഡിയോ വന്നാലോ നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇതെല്ലാം നമുക്ക് ഈ ബോക്സിൻ്റെ അകത്തുള്ള അല്ലാതെ വേറെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറേ റേഡിയോ മ്യൂസിക് എല്ലാം കിട്ടും. അപ്പോൾ ഒഫീഷ്യൽ ഡിസ്കോഡ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള കമൻറ്റ് ബോക്സിൽ ഡിസ്കോഡും ടൈപ്പ് ചെയ്യുക, ഒരു കമൻറ്റ് ഇടുക ഡിസ്കോഡിന്. നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ടോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈൻക്രാഫ്റ്റിലെ ഒരു കിടിലം വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം എഫോർട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നാളെ ഒരു കിടിലം വീഡിയോ ആയിട്ട് മൈൻക്രാഫ്റ്റിലോ ക്രൂ മോഡ് ഓഫീസിലോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഗെയിമിലോട്ട് വരുന്നവരേക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.